ഉണ്ടാക്കാൻ പോണത് ഒരു പ്ലം കേക്ക് ആണ്. ക്രിസ്മസ് അല്ലേ വരുന്നത്. അപ്പൊ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പ്ലം കേക്ക് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പ്ലം കേക്ക്. ഈ പ്ലം കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ലോങ് പ്രോസസ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ റമ്മിലോ അല്ലെങ്കിൽ വൈനിലോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസിലോ ഒക്കെ സോക്ക് ചെയ്തിട്ട് കുറച്ച് സമയം എടുക്കും അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലം കേക്കിന്റെ റെസിപ്പിയാണ്. ഇത് കണ്ടോ, നമ്മുടെ പ്ലം കേക്ക് നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിറച്ചും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉണ്ട്. പിന്നെ കളർ ഉണ്ടോ, നല്ല ഡാർക്ക് കളർ അല്ലേ. രുചിയുടെ കാര്യത്തിൽ ഒട്ടും പറയില്ലല്ല, നല്ല ടേസ്റ്റ് ഉള്ള പ്ലം കേക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഒരുപാട് പേര് എൻ്റെ കേക്കിന്റെ വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ, അവർക്ക് ട്രേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ ചുറ്റുപാത്രത്തിലും കൂടി ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. വീഡിയോ ഞാൻ ഇതിന്റെ അല്ല എടുത്തിട്ടുള്ളത്, വീഡിയോ ഞാൻ നേരത്തെ എടുത്തു. അതിനുശേഷമാണ് ഞാൻ ഓർത്തത് ഈ ഒരു കാര്യം. അപ്പൊ ഞാൻ ഇതിലും കൂടെ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. പിന്നെ കുറച്ച് ഹോം ബേക്കേഴ്സ് ഉണ്ട് നമ്മുടെ ചിക്കൂസ് ഡൈൻ ചാനലിൽ. അപ്പൊ അവർക്കൊക്കെ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ക്രിസ്മസിന് ഒരുപാട് മുമ്പേ തന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഇൻസ്റ്റന്റ് ആയിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പലർക്കും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/8 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ. ഒരു 2 നുള്ളൊക്കെ ഉപ്പുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് വേറെ ഒരു മസാലപ്പൊടി ആഡ് ചെയ്യുന്നില്ല. ഗ്രാമ്പൂവിന്റെ പൊടി മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അത് 1 ടീസ്പൂൺ ഗ്രാമ്പൂവിന്റെ പൊടിയുണ്ട്. ഗ്രാമ്പൂവിന്റെ പൊടി മാത്രം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് കേട്ടോ ഈ പ്ലം കേക്കിന്. പ്ലം കേക്ക് കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക രുചിയില്ലേ, അത് ഇത് മാത്രം ചേർക്കുമ്പോൾ കിട്ടും. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. ഒറ്റ പ്രാവശ്യം അരിച്ചാൽ മതി. നമ്മളിപ്പം ഈ കേക്ക് എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് ഗ്രാമ്പൂവിൻ്റെ അകത്ത് അരിയുണ്ട്, അത് നമുക്കങ്ങ് കളഞ്ഞേക്കാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗ്രാമ്പൂവിൻ്റെ പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര അങ്ങോട്ട് സ്ട്രോങ് ആയിരിക്കില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല സ്ട്രോങ്, അതായത് എക്സ്പോർട്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള ഗ്രാമ്പൂ ആണ് ഉള്ളതെങ്കിൽ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾ 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മുട്ടയുടെ സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം, എളുപ്പത്തിന് ഗ്രാമ്പൂ പഞ്ചസാരയുടെ കൂടെ ഒന്നിട്ട് പൊടിച്ച് കളയരുത്. അപ്പം ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ഡാർക്ക് ബ്രൗൺ കളർ ആവണം. ഞാൻ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ഡാർക്ക് കളറായിട്ട് വരുന്നുണ്ട്. പക്ഷെ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ. തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. നമുക്ക് കാണാം സൈഡിൽ കൂടെ പതയൊക്കെ പൊങ്ങി വരുന്നത്. ഇപ്പം നല്ല പത വന്നിട്ടുണ്ട് കേട്ടോ. പതഞ്ഞങ്ങ് പൊങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാര കരിച്ച് ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കേക്കിൻ്റെ കളറിന് മാത്രമല്ല ടേസ്റ്റിനും കൂടെയാണ്. ആ പതഞ്ഞ് പൊങ്ങിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഡാർക്ക് കളറായത് ശ്രദ്ധിച്ചോ. അത്രയും ഡാർക്ക് ആയതിനു ശേഷം വെള്ളം ഒഴിക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര കാരമലൈസ് ചെയ്യാമെന്ന് പറയാതെ കരിച്ച് ചേർക്കുക എന്ന് തന്നെ പ്രത്യേകിച്ച് പറയുന്നത്. കരിച്ച് ചേർക്കുക എന്ന് പറഞ്ഞിട്ട് കരിഞ്ഞു പോകരുത് കേട്ടോ. പിന്നെ ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ബാക്കോട്ടൊന്ന് മാറി നിന്നിട്ട് വേണം ഒഴിക്കാൻ. കാരണം ഓഫാക്കിയിട്ട് ഒന്ന് ബാക്കോട്ട് മാറി നിന്നിട്ട് വേണം ഒഴിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ വല്ലാണ്ട് തെറിക്കുക. പഞ്ചസാര നല്ല അത്രയും ചൂടായി കിടക്കുക അല്ലേ. ഇനി ഇതൊന്നും തണുക്കാനും മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിന്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 50 ഗ്രാം ബട്ടറാണ് എടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെയാണ്. ഇത് ഒരു 1/4 കപ്പൊക്കെ ഉണ്ടാവും. നമുക്കൊന്ന് ബട്ടർ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യാം. നമ്മൾ ഈ പ്ലം കേക്കിൽ ബട്ടറും ഓയിലും ചേർക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ബട്ടർ നല്ല ടേസ്റ്റ് കൊടുക്കും കേക്കിന്. ഓയിൽ കേക്കിന് നല്ല മോയിസ്റ്റ് ആക്കുകയും ചെയ്യും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പേ ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 1/2 കപ്പും എടുക്കുക, 1/4 കപ്പും കൂടെ എടുക്കുക. അങ്ങനെ അപ്പം കറക്റ്റ് ആയിട്ടുള്ള അളവ് നമുക്ക് കിട്ടും. അല്ലാണ്ട് ഏകദേശം ഒരു അളവ് എടുക്കരുത്. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അങ്ങ് എടുത്തു മാറ്റാണ്. നല്ല മധുരമുള്ള കേക്ക് തന്നെയാണ് വേണ്ടതെങ്കിൽ 1/4 കപ്പ് എടുക്കാം. ഞാൻ പക്ഷേ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റുന്നുണ്ട്.
ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചതും ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ പഞ്ചസാര പൊടിച്ചതും ബട്ടറും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ്. ഇതിപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടാണുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ മിക്സ് ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ട് ഇട്ട് വന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുത്ത ഇതോടെ ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. പ്ലം കേക്ക് ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആവാൻ പാടില്ല. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലം കേക്കിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കരിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതെടുക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഈ ഒരു പരുവത്തിന് ലൂസാക്കിയതിന് ശേഷം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ മിക്സ് ആകാൻ ബുദ്ധിമുട്ടായിരിക്കും. ലാസ്റ്റ് ഒഴിച്ചാൽ മതി, ആദ്യം ഒഴിക്കേണ്ട പഞ്ചസാര കരിച്ചത്. കാരണം ആദ്യം ഒഴിക്കുമ്പോൾ നമ്മളെ ബട്ടറും എല്ലാം കൂടെ പിന്നെയും അങ്ങോട്ട് മെൽറ്റായി പോവും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര കാരമൽ ചെയ്തതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലം കേക്ക് അല്ലേ, അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് കറുത്ത മുന്തിരിയാണ്. ഇത് കറുത്ത മുന്തിരി ഞാനൊരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു 50 ഗ്രാമൊക്കെ ഉണ്ടാവും. ഈ കറുത്ത മുന്തിരി വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ കുരു ഇല്ലാത്ത മുന്തിരി നോക്കി വേണം വാങ്ങിക്കാനായിട്ട്. ഇതുപോലെ കുരു ഇല്ലാത്ത മുന്തിരി വാങ്ങിക്കാനായിട്ട് കിട്ടും. പ്ലം കേക്കിൽ മെയിനായിട്ടുള്ള ഒരു താരം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കറുത്ത മുന്തിരിയാണ്. അപ്പോൾ ഇതൊരു 1/2 കപ്പ് വരെയൊക്കെ നമുക്ക് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, വേണേൽ കുറച്ചെടുക്കാം. പക്ഷേ നന്നായിട്ട് റിച്ചായിട്ട് വേണം നമ്മുടെ പ്ലം കേക്ക്. അപ്പം നമുക്കത് കുറച്ച് കൂടുതൽ തന്നെ വേണം. പെസ്റ്റിസൈഡ് നന്നായിട്ടുണ്ടാവും, ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ഇതിപ്പം കഴുകിയിട്ടൊന്നും എല്ലാവരും ഉണക്കുക. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് സമയം ഒന്ന് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്തൊക്കെ എന്നിട്ട് ആണ് അത് പിന്നെ ഒന്നുകൂടെ കഴുകി നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ എടുക്കുക. വെള്ളം ഒഴിച്ച് ഞാനിപ്പം നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞേച്ച് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കെ. അപ്പോൾ നമ്മുടെ കറുത്ത മുന്തിരി ഞാൻ നന്നായിട്ട് കഴുകി വാരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇപ്പോൾ പ്ലം കേക്കിലെ മെയിനായിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതാണ്. ഇതിപ്പോൾ നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതുപോലെ ഒരു പാക്കറ്റിൽ ഞാൻ വാങ്ങിച്ചതാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് സീസൺ ആകുമ്പോഴത്തേക്കും കടകളിൽ ഇതുപോലത്തെ കടകളിലൊക്കെ വരും ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി. നമ്മൾ ജസ്റ്റ് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിയത് മാത്രമല്ല, ഓറഞ്ചിൻ്റെ തൊലി അങ്ങനെ തന്നെ ഇട്ടാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. പഞ്ചസാരയിൽ വിളയിച്ചെടുത്തതാണിത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് സെസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ബെസ്റ്റ് ഇതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇതിപ്പം പല കളറിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം ടൂട്ടി ഫ്രൂട്ടി എന്ന് പറയുന്നത് പപ്പായയാണ് കേട്ടോ. പപ്പായ വിളയിച്ചതാണ് പഞ്ചസാരയിൽ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എല്ലാ കളറും കൂടെ അങ്ങ് മിക്സ് ആക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ടൂട്ടി ഫ്രൂട്ടി വേണ്ട കേട്ടോ. നമ്മൾ മുന്തിരിയാണ് ഇതിലെ മെയിനായിട്ട് നിൽക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇടാം, ബദാം ഇടാം, പിസ്ത ഇടാം, ഏതാണോ ഇഷ്ടം. പിന്നെ വാൾനട്ട് ഇടാം. ഏത് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഇടാം. പക്ഷെ നമ്മൾ മെയിനായിട്ടുള്ള കറുത്ത മുന്തിരിയും ആ ഓറഞ്ചിൻ്റെ സെസ്റ്റും തീർച്ചയായിട്ടും വേണം. അണ്ടിപ്പരിപ്പും എന്തായാലും വേണം. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. 2-3 എണ്ണം മാത്രം മാറ്റി വെച്ച് ബാക്കിയെല്ലാം ഒന്ന് ചെറിയതായിട്ടൊന്ന് മുറിച്ചിടട്ടെ. അണ്ടിപ്പരിപ്പ് 2-3 കഷ്ണങ്ങളായിട്ട് മുറുക്കിയതാണ്. കുറച്ച് ബദാം ക്രഷ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മൈദ കോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒന്നും അങ്ങ് താണു പോവാതിരിക്കും. ഓറഞ്ചിൻ്റെ തൊലി കട്ട ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്താണ്. എല്ലാം കൂടെ ചിലപ്പോൾ ഒന്നിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത് ശരിക്കും ഇതുപോലെ ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ വിടർന്ന് വരണം കേട്ടോ. ഇതിൽ നമുക്ക് ഡേറ്റ്സ് വേണമെങ്കിൽ ഇടാം. പക്ഷേ ഡേറ്റ്സ് ഇടുകയാണെങ്കിൽ ഒരു ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റ്സ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഡേറ്റ്സ് കിട്ടും. പക്ഷെ അത് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ അതങ്ങ് സോഫ്റ്റ് ആയിരിക്കും. അതെല്ലാം കൂടെ അപ്പം ഇതെല്ലാം ഒരുമിച്ച് അങ്ങ് കൂടി അങ്ങ് കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ നമുക്കിതൊരു സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡേറ്റ്സ് ഇടുന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയിട്ടുള്ളത് ഇടാതിരുന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം.
ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ റമ്മിലൊന്നും സോക്ക് ചെയ്യുന്നില്ല കേട്ടോ. സോക്ക് ചെയ്യാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയേയില്ല. നല്ല രുചിയാണ്. ബേക്കറിയിലൊക്കെ സാധാരണ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ രുചി തന്നെ നമുക്ക് കിട്ടും. ഒരു പ്രാവശ്യം എങ്ങനെയാണെന്ന് ഉണ്ടാക്കി നോക്കൂ. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കേക്ക് അല്ലേ. ഇപ്പം നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ അപ്പം നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം കുഴച്ചിട്ടുണ്ട്. ഈ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ബാറ്ററിന് ഉണ്ടാവേണ്ടത്. കാരണം ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സിലും നട്ട്സിലും ഒക്കെ എത്ര മൈദപ്പൊടി ഇട്ടാലും അതങ്ങ് താഴെ പോയി സെറ്റിലാവും. എന്തായാലും ആവും. അത് അത്ര കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഈ ബാറ്ററിൻ്റെ തിക്നെസ് ഇതുപോലെ ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനൊരു അലൂമിനിയം പത്രം വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. ഇതാണ് ഇപ്പോൾ എൻ്റെ ഓവൻ സെറ്റപ്പ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോണത്. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇഡലി തട്ടിൽ ബേക്ക് ചെയ്യാവോ, നോൺ സ്റ്റിക്കിൽ ബേക്ക് ചെയ്യാവോ, കുക്കറിൽ ബേക്ക് ചെയ്യാവോ, ഏതൊരു മെത്തഡ് വേണമെങ്കിലും ബേക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ ഒരു പാത്രമായിട്ട് കൺസിഡർ ചെയ്താൽ മതി. എന്നിട്ട് അതിലൊരു എന്തെങ്കിലും ഒന്ന് ഇറക്കി വെച്ച് അതിൽ വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ വേറൊരു കാര്യം, കുറച്ചുകൂടെ വലുതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ചെറുതാവുന്ന തോറും അപ്പോൾ പെട്ടെന്ന് കേക്ക് കരിഞ്ഞു പോകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുക്കാം. അലൂമിനിയത്തിൻ്റെ ഒരു അടപ്പാണ്, അതും കൂടെ വെച്ച് കൊടുക്കാൻ. നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ കേക്കും ബേക്ക് ചെയ്യുന്നത്. ഞാൻ എല്ലാ കേക്കും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ബേക്ക് ചെയ്യുന്നത്. പിന്നെ വലിയ പാത്രം ആവുന്ന സമയത്ത് നമുക്ക് കേക്കിൻ്റെ ട്രേ കൈ കൊള്ളാതെയൊക്കെ എടുത്ത് വെക്കാനും എടുക്കാനും ഒക്കെ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലൊരു റെക്റ്റാങ്കിളുള്ള ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ട്രേ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ കുറച്ച് ബട്ടർ നമുക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. സൈഡിലും കൂടെ ഞാൻ ബട്ടർ പേപ്പർ വെക്കുകയാണ്. ഇളക്കി എടുക്കാൻ എളുപ്പമാണ്. 2 പീസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ അവിടെ ഇരുന്നോളൂ. സൈഡിലും കൂടെ നമുക്കൊന്ന് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബബിൾ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളൂ കേട്ടോ. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഗാർണിഷ് ചെയ്യാനായിട്ട്. ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് ഒക്കെ മതിയാവും. നമുക്കിതിലേക്ക് കേക്കിൻ്റെ ട്രേ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് ബേക്ക് ചെയ്യാം. ഇപ്പം ക്രീം കേക്ക് ഒന്നും ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ച് കൂടുതൽ സമയം വേണം. അത് പെട്ടെന്നാവും. ഇതിപ്പോൾ പക്ഷെ നമ്മൾ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കുറേ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നല്ല പിന്നെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്ററുമാണ്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂറോളം വേണ്ടി വരും. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് 1 മണിക്കൂർ ബേക്ക് ചെയ്യാം. ഇപ്പം 1 മണിക്കൂറും 25 മിനിറ്റും ആയിട്ടുണ്ട്. ഒന്നുകൂടെ തുറന്ന് നോക്കാം. ഞാൻ ഒരു മണിക്കൂർ 10 മിനിറ്റ് ആയ സമയത്ത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് കുത്തി നോക്കിയപ്പോൾ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അത് അടച്ചു വെച്ചു, സിമ്മിലിട്ട് വെച്ചു. പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് സിമ്മിലേക്ക് ഇട്ട് വെച്ചതാണ്. നമുക്കൊന്നുകൂടെ ഒന്ന് കുത്തി നോക്കാം കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല, ആയിട്ടുണ്ട്. പേപ്പറൊന്നും പറ്റിയിട്ടൊന്നുമില്ല, ആയിട്ടുണ്ട്. നമുക്കിതെടുക്കാം. നമുക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു കൊട്ടയോ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആവിവെള്ളം വീഴും. പ്ലേറ്റ് വെച്ചൊന്ന് അടച്ചു വെക്കരുത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി ഇട്ടിട്ടോ അല്ലെങ്കിൽ പേപ്പർ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു എന്തെങ്കിലും കൊട്ട വെച്ചിട്ടോ മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല സ്മെല്ലുണ്ട്. ഇതിപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട്. ഇപ്പോൾ ഒരുപാടങ്ങ് നടുഭാഗം അങ്ങ് കൂർത്ത് പൊങ്ങി പോയിട്ടൊന്നുമില്ല. എല്ലാം ഒരേപോലെ ഫ്ലാറ്റായിട്ട് നന്നായിട്ട് ഒരേപോലെ റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം. പിന്നെ ചിലപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു കുത്തലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും പ്ലം കേക്കിന്. അതാണ് ആ പ്ലം കേക്കിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റമ്മോ അല്ലെങ്കിൽ ബ്രാൻഡിയോ തേച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് പീസ് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ബാക്കിയുള്ള പീസിൽ റമ്മ തേച്ച് കൊടുക്കുകയാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ റമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ കേക്ക് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല നല്ല ടേസ്റ്റുള്ള പ്ലം കേക്കാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഒരു പ്ലം കേക്ക് ലവറാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് പ്ലം കേക്ക്. ശരിക്കും അടിപൊളിയാട്ടാ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ക്രിസ്മസിന് നല്ല ഒരു പ്ലം കേക്ക്, നല്ല മോയിസ്റ്റാണ്. അതാണ്. ഇപ്പോൾ ഞാൻ ബാക്കി പകുതി എടുത്തിട്ട് റമ്മ തേച്ചിട്ട് പൊതിഞ്ഞു വെക്കാൻ പോവാണ്. മേലെയും എല്ലാ സൈഡിലും ഒന്ന് തേച്ച് കൊടുത്തേക്കാം. പിന്നെ റമ്മ തേക്കുന്ന സമയത്ത് ഇത് ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് ആഡ് ചെയ്യും. പുറത്ത് വെച്ചാൽ ചീത്തയാവുമൊന്നുമില്ല. ഇത് റമ്മ തേക്കാതെ പുറത്ത് അധിക ദിവസമൊന്നും വെച്ചേക്കരുത് കേട്ടോ. കാരണം നമ്മളിത് പ്രിസർവേറ്റീവ്സ് ഒന്നും വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇതിപ്പം 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസം മിനിമം ആണ് കേട്ടോ. ഞാൻ ഇപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി എടുക്കുകയാണ്. ഒരാഴ്ചയൊക്കെ വെക്കണം. അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല മണമുണ്ട് കേട്ടോ. നമ്മുടെ പ്ലം കേക്കിൻ്റെ ആ ഒരു റമ്മും കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്മെല്ലില്ലേ, നല്ലൊരു സ്മെല്ല്. അപ്പം ഞാൻ ഇവിടെ വൈനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള പ്ലം കേക്ക്. അപ്പോൾ നമ്മൾ 2 തരത്തിലും ഉണ്ടാക്കി അതിൻ്റെ റെസിപ്പി കണ്ടിട്ടുണ്ട്. ഏതാണോ താല്പര്യം അതിനനുസരിച്ച് ഉണ്ടാക്കാം. ഇനി നമുക്ക് സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറ്റുപാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ പകുതി ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് ഈ ഒരു ചോറ്റുപാത്രത്തിൽ പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം. ഇപ്പം തന്നെ കുറച്ച് കൂടുതൽ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രേ ഇല്ലാത്തവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഇത് ബീറ്റർ ഇല്ലാതെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ബീറ്ററിൽ വെച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബീറ്റർ ഇല്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ബീറ്റർ ആണെങ്കിൽ കുറച്ചുകൂടെ തിക്നെസ് കൂടുതൽ നമുക്ക് കിട്ടും മാവിന്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഞാനിത് ഒഴിച്ചു കൊടുത്ത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഇതായിപ്പം നമ്മുടെ ചുറ്റുപാത്രത്തിലെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. 40 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി. ബട്ടർ പേപ്പർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കരിഞ്ഞു പോകാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കേക്ക് ഒന്ന് മുറിച്ചെടുക്കാം. കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കേക്കല്ലേ കാണാൻ. മിനി പ്ലം കേക്ക്. 1/2 കിലോ ഇല്ല കേട്ടോ. ഇതൊരു 300-350 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം. നല്ല കേക്കാട്ടോ. സൂപ്പർ കേക്കാ. അത്ര പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്തു. നല്ല ടേസ്റ്റുള്ളൊരു കേക്ക്. ഓറഞ്ചിന്റെ തൊലിയില്ലേ, അതായത് ഓറഞ്ച് സെസ്റ്റ്, അതിന്റെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ പ്ലം കേക്കിന്റെ ആ ഒരു രുചി വരെ. അടിപൊളിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. നല്ല ടേസ്റ്റുള്ള ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെയും അതിനു മുമ്പേ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അപ്പൊ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെയും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.